പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങി. ധോണി ക്യാമ്പിൽ നിന്നുള്ള അഗസ്റ്റ്യൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ തുരത്തുന്നത്. മുണ്ടൂർ ഞാറങ്കോട് കുമാറിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുമാറിനെ കൊലപ്പെടുത്തിയ കാട്ടാന സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അതിന്റെ ഭാഗമായി വനംവകുപ്പ് നൽകിയ നിർദ്ദേശമാണ് ധോണിയിൽ നിന്നും കുങ്കിയാനയെ കൊണ്ടുവന്ന് ഈ കാട്ടാനയെ തുരത്താം, ഈ ആന ഉൾവനത്തിലേക്ക് പോകുന്നത് വരെ കുങ്കിയാനയെ ഇവിടെ നിർത്താമെന്നുള്ളത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ധോണിയിൽ നിന്നും അഗസ്ത്യൻ എന്ന കുങ്കിയാനയെയും ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ധോണി ക്യാമ്പിൽ നിന്നും വനത്തിലൂടെയാണ് ഈ കയറങ്കോട് ഭാഗത്തേക്ക് ഈ അഗസ്ത്യൻ എന്ന് പറയുന്ന കുങ്കിയാനയെയും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആന ഈ കാട്ടിലൂടെ ഇവിടെ എത്തുകയും ഇവിടെ ആനയെ കൊണ്ടുവന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാട്ടാന വനത്തിനകത്തേക്ക് പൂർണ്ണമായും പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇനി ഈ കുങ്കിയാനയെ ഇവിടെ നിന്നും തിരികെ കൊണ്ടുപോവുകയുള്ളൂ. ഏതായാലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയറങ്കോട് ഭാഗത്തും ഞാറങ്കോട് ഭാഗത്തും രണ്ടാളുകളെയാണ് ഈ കാട്ടാന കൊലപ്പെടുത്തിയത്. ഇത് ഒരേ കാട്ടാനയാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ഈ കാര്യത്തിലും ഒരു അന്വേഷണം നടത്തും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നതിനും വേണ്ടിയാണ് ഈ കുങ്കിയാനയെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതായാലും കുങ്കിയാന അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുങ്കിയാനയെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. വനത്തിലൂടെയാണ് ധോണി ക്യാമ്പിൽ നിന്നും ഈ മുണ്ടൂർ ഭാഗത്തേക്ക് അഗസ്ത്യൻ എന്ന് പറയുന്ന കുങ്കിയാനയെ കൊണ്ടുവന്നത്. ഏതായാലും കാട്ടാന വനത്തിനകത്തേക്ക് പോയി എന്ന് പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ കുങ്കിയാനയുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് DFO പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DFOയും ഈ ഭാഗത്ത് മുണ്ടൂർ ഭാഗത്ത് തന്നെ തുടരുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അദ്ദേഹം ചോദിച്ചറിയും. അതിനോടൊപ്പം തന്നെ ഇവിടെ വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത DFOയുടെ ഭാഗത്തു നിന്നും വരുത്തുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഇപ്പോൾ അഗസ്ത്യൻ എന്ന ആനയാണ് വനത്തിനകത്ത് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നത്. ക്യാമറ പേഴ്സൺ ശിശു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.